ഇന്നലെയായിരുന്നു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓണപരിപാടി കേട്ടോ, ഗൈനി യൂണിറ്റിന്റെ. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നില്ല റെഡി ആവുന്നതാണ്. മുല്ലപ്പൂ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. പിന്നെ അമ്പളി പറഞ്ഞു അത് കൊള്ളില്ല, അവൾ ശരിയാക്കി ഇങ്ങനെ വെച്ചതാണ്. അവർക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്നിട്ട് വേണം അവർക്ക് പരിപാടിക്ക് പോകാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് നമ്മുടെ അത്തപ്പൂക്കളാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഓണപരിപാടിക്ക് പോകുന്നത്. ഏകദേശം 10-12 വർഷം എന്ന് പറയാം. പിന്നെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കേട്ട് അഞ്ജലി മാം ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊന്നും നിൽക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല, സമയമൊന്നും ഇല്ലായിരുന്നു, കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ മൊബൈലിലൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കി, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ശരിയായി ഒന്നും വന്നില്ല കേട്ടോ. നമ്മുടെ ഇൻചാർജാണ്. പിന്നെ നമുക്ക് തിരുവാതിരകളി ഉണ്ടായിരുന്നു. തിരുവാതിരകളി കുറച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് പോയി. പിന്നെ ഓടി നടന്ന കുറേ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. ടൈം ഒട്ടുമില്ലായിരുന്നു. പിന്നെ ഫുഡിന് വേണ്ടി ഒരു 1-1.5 ഇടിയായിരുന്നു. ഇടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി പറഞ്ഞില്ല എന്നുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടി കൊള്ളുന്നത് കേട്ടോ. പക്ഷേ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ല, എല്ലാത്തിലും നമുക്ക് എക്സ്പീരിയൻസ് വേണമല്ലോ. അപ്പം അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് 2 കൂട്ടം പായസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ഓണം എവിടം വരെയായി? എല്ലാവരും ഓണപരിപാടിയും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് ഞാൻ എല്ലാവർക്കും നേരുന്നു. പിന്നെ വിദ്യ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഓടി. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ചെന്നില്ലെങ്കിൽ നമുക്ക് ഓവർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ടൈം ആയിരുന്നു. ഒരു ദിവസം ഇല്ലാത്തത് പോലെയായിരുന്നു നമുക്ക് ഈ ദിവസം തിരക്ക്. ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സ് പോലും മാറാതെ ആട്ടോ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ അത്രയുള്ള ടാറ്റ, ബൈ ബൈ, സി യു.